കൊല്ലം കടയ്ക്കലിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി എത്തിയ വാഹനം കടയ്ക്കൽ പോലീസും കൊല്ലം ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി. 11,624 പാക്കറ്റടങ്ങിയ 10 കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും 72 ഗ്രാം കഞ്ചാവുമാണ് ഈ വാഹനത്തിൽ നിന്നും പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലേക്ക് കൊണ്ടുവന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവുമാണ് ഇന്നലെ കൊല്ലം ഡാൻസ് ഓഫ് ടീമും കടയ്ക്കൽ പോലീസും ചേർന്ന് പിടികൂടിയത്. കൊല്ലം ജില്ല കണ്ട ഏറ്റവും വലിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വേട്ടയായിരുന്നു കടയ്ക്കലിൽ ഇന്നലെ രാത്രി നടന്നത്. ലഹരിക്കെതിരെയും ലഹരി മാഫിയക്കെതിരെയും സന്ധിയില്ലാത്ത സമരം നടത്തുന്ന കടയ്ക്കൽ എസ്.ഐ ശ്രീ ജ്യോതിഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കടയ്ക്കൽ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് ഈ വാഹനത്തെ ട്രേസ് ചെയ്ത് പിടികൂടിയത്. കടയ്ക്കലിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഈ വാർത്ത അറിഞ്ഞതോടെ കടയ്ക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് ഒഴുകിയെത്തിയത്. ഈ വാഹനത്തിനുള്ളിൽ നിന്നും ഈ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ താഴെ ഇറക്കാനും അത് വീണ്ടും തിരിച്ചു കയറ്റാനും മുഴുവൻ സഹായിച്ചത് കടയ്ക്കലിലെ ഓട്ടോ ഡ്രൈവർമാരും കടയ്ക്കൽ നിവാസികളായ ആളുകളുമായിരുന്നു. 100 കണക്കിന് ചാക്കുകളിലാക്കിയായിരുന്നു ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിയത്. ഈ പുകയില ഉൽപ്പന്നങ്ങൾ മുഴുവൻ വാഹനത്തിൽ നിന്നും ഇറക്കുന്നതിനും കയറ്റുന്നതിനും ഇവിടെയുള്ള നാട്ടുകാർ പോലീസിനെ സഹായിച്ചു. വരാനിരിക്കുന്ന കടയ്ക്കൽ തിരുവാതിര പോലുള്ള മഹോത്സവങ്ങൾക്ക് ജനങ്ങൾ തടിച്ചുകൂടുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചതായിരുന്നു ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ബാംഗ്ലൂരിൽ നിന്നും കൊല്ലം വരെ ഇത്രയും വലിയൊരു വാഹനത്തിൽ കോടിക്കണക്കിന് രൂപ വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഈ വാഹനം ഇവിടെ എത്തണമെങ്കിൽ എത്ര ചെക്ക് പോസ്റ്റുകൾ കടന്നു കാണും, എത്ര പോലീസ് വാഹനങ്ങൾ മറികടന്ന് കാണും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ വൻ ലോബികളാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് കർണാടക സ്റ്റേറ്റിൽ നിന്നും ഇത് കേരളത്തിൻ്റെ തെക്കൻ ജില്ലയായ കൊല്ലം ജില്ല വരെ എത്തിയത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ തീർച്ചയായും വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന നിലപാടിലാണ് ഈ നാട്ടിലുള്ള ഓരോരുത്തരുമുള്ളത്. ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ ക്രൂരകൃത്യങ്ങൾ ഉണ്ടാകുന്ന ഇത്തരം മയക്കുമരുന്നുകളിലൂടെയാണ് എന്ന കണ്ടെത്തലുകളും ഈ അടുത്ത സമയങ്ങളിൽ വന്നിരുന്നു. KA3AM 7707 എന്ന കർണാടക സ്റ്റേറ്റിലുള്ള ഒരു വാഹനം കർണാടകയും മറികടന്ന് കേരളത്തിൻ്റെ ഈ ഒരു കൊല്ലം ജില്ലയിൽ എത്തണമെങ്കിൽ അത് എത്രമാത്രം വലിയ ഇടപെടലുകൾ ഇതിലുണ്ടായി കാണും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ തീർച്ചയായും വെളിച്ചത്ത് കൊണ്ടുവരികയും നിയമ നടപടികൾ സ്വീകരിച്ച് വളരെ വലിയ ശിക്ഷ തന്നെ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്നാണ് ആയൂർ ടു ഓയൂർ ന്യൂസിന് പറയാനുള്ളത്. എത്രയോ കുടുംബങ്ങളും എത്രയോ ആളുകളും എത്രയോ ചെറിയ മക്കൾ പോലും ഇതിന് അടിമകളായിട്ടുണ്ട് എന്നാണ് നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ നാട്ടിൽ നിന്നും ഇതുപോലുള്ള വൻ മയക്കുമരുന്ന് ലോബികളെ തുടച്ചു നീക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ മാത്രമേ കഴിയൂ എന്നാണ് ആയൂർ ടു ഓയൂർ ന്യൂസിന് പറയാനുള്ളത്. നമ്മുടെ നാടിനോടും വളർന്നു വരുന്ന പുതിയ തലമുറയോടും ഒരല്പമെങ്കിലും കൂറ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിൽപ്പന നടക്കുന്ന കടകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അതുപോലെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അമിതമായ ഉപയോഗങ്ങളും വിപണനവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലോ അതല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ യോദ്ധാവ് എന്ന നമ്പറിലോ നിങ്ങൾ ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അടിയന്തരമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും എന്ന കാര്യം കൂടി ആയൂർ ടു ഓയൂർ ന്യൂസ് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഈ സാധനങ്ങളും സാമഗ്രികളും ഒക്കെ പിടിച്ചെടുത്ത ബഹുമാനപ്പെട്ട കടയ്ക്കൽ SI ശ്രീ ജ്യോതിഷിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. സാർ, ഇത് എങ്ങനെ പിടികൂടിയത്, എവിടത്തേക്കാണ് ഇത് കൊണ്ടുപോയത്? ഇപ്പോൾ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീം നമ്മുടെ കടയ്ക്കൽ പോലീസും കൂടെ ചേർന്ന് നടത്തിയ കർശനമായ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഏകദേശം 11,624 പാക്കറ്റ് അടങ്ങിയ 10 കോടി രൂപ ഏകദേശം മൂല്യം വരുന്ന ലഹരി മരുന്ന് വസ്തുക്കളും 72 ഗ്രാം കഞ്ചാവുമാണ് നിലവിൽ നമ്മൾ ഈ വാഹനത്തിൽ നിന്ന് പിടികൂടിയത്. വാഹനം ഓടിച്ചു വന്ന് ഒരാളെ ഉണ്ടായിരുന്ന വാഹനം ഓടിച്ചു വന്ന് മഞ്ചേരിയിലുള്ള ബഷീർ, 45 വയസ്സുള്ള ബഷീറാണ് ഈ വാഹനം ഓടിച്ചു വന്നത്. ഇതിനു മുമ്പും നിരവധി തവണ ബഷീർ ബാംഗ്ലൂരിൽ നിന്ന് ലോഡ് കേരളത്തിൻ്റെ പല ഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം മേഖലകളിൽ നിരവധി തവണ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് നടക്കുന്നതാണ്. അന്വേഷണം മുന്നോട്ട് വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ നിലവിൽ 72 ഗ്രാം കഞ്ചാവ്, പന്മനസാല, വ്യത്യസ്ത ഫിനിഷ്, പൂള്, ചൈനി കൈനി,
അങ്ങനെയുള്ള വ്യത്യസ്ത ഇനമായിട്ടുള്ളത് 3 കളർ പാക്കറ്റാണുള്ളത്. ഇപ്പോൾ കടയ്ക്ക് വന്നപ്പോഴാണ് സാർ ഇത് എങ്ങോട്ട് കൊണ്ടുപോയതാ ഇന്ന് ഈ ലോഡ്? നിലവിൽ അവൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നു, ഫോളോ ചെയ്ത് വന്നു. നിലവിൽ അവൻ തിരുവനന്തപുരത്ത് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ചേസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്തത്. അപ്പം ബാക്കി കൂടുതൽ അന്വേഷണം നടത്തിയാൽ ഇത് ആരൊക്കെയാണ്, എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, എത്രയാണ് കൊണ്ടുവരുന്നത് അറിയാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് ഒരുപാട് കണ്ണികളുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഈ വാഹന രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കർണാടക രജിസ്ട്രേഷനാണ്. കർണാടക രജിസ്ട്രേഷൻ വാഹനമാണ്, കർണാടകത്തിലെ വണ്ടിയാണ്. നിലവിൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ബൈപ്പാസിൽ നിന്ന് ആളെ ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ് നിലവിൽ പ്രതി പറഞ്ഞിരിക്കുന്നത്. വിശദമായിട്ട് ചോദ്യം ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ ഇതിനകത്തുണ്ട്, തവണ കൊണ്ടിറക്കി. ഇതിന് മുമ്പേ ഒരു വലിയൊരു കേസ് പിടികൂടിയായിരുന്നു. അപ്പോൾ ഇപ്പം ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള കർശന കിടക്കി തിരുവാതിര, അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊണ്ടുവന്നതായിരിക്കണം. നമുക്ക് അത് ചോദ്യം ചെയ്തതിന് ശേഷം വിശദമായിട്ട് പറയാം.